ഹലോ മക്കളെ, നീറ്റ് 2025 കഴിഞ്ഞു. ഫിസിക്സ് പേപ്പറിനെ കുറിച്ച് രണ്ട് ആരോപണങ്ങളാണ്. ഒന്ന്, ഭയങ്കര പ്രയാസമാണ്, ഒട്ടും ശരിയല്ലാതെ. നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു മെഡിക്കൽ എൻട്രൻസിന് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഈ ചാനലിൽ തന്നെ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഏതാണ് വരുന്നതെന്ന് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ, ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയാൻ പറ്റുക. ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് അതുപോലെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാം. പിന്നെ രണ്ടാമത്തത്, ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒട്ടും ശരിയല്ല. ഇത്രയും കാലം നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചത് എന്താ? ഓർത്തിരിക്കണേ മക്കളെ, ഓർത്തിരുന്നത് കൊണ്ട് കാര്യമില്ല. ഫിസിക്സ് മനസ്സിലാക്കി പഠിക്കണം, മനസ്സിലാക്കി പഠിപ്പിക്കണം. രണ്ട് ഇക്വേഷൻസ് എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും, ഇതാണ് ആൻസർ. ശരിയല്ല. സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കുട്ടികളെ കാണിക്കണ്ടേ? ഇത് എത്തിക്കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ശരിയല്ല. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മിനിമം ടൈമിൽ, തെറ്റാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അത് കുട്ടികളെ പഠിപ്പിക്കണ്ടേ? അത് പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ആ ലിമിറ്റഡ് ടൈമിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ ആൻസർ മാത്രമേ മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കുട്ടികളെ വേണ്ടതുപോലെ ട്രെയിൻ ചെയ്തില്ല. അതുകൊണ്ടാണ് ആർക്കെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവുക. ഇത് ഈ എക്സാം ടഫാണ് എന്ന് പറയുന്നതല്ല ശരി. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വന്നിരുന്ന പരീക്ഷകൾ വളരെ സിമ്പിളായിരുന്നു. അതായത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ സിമ്പിളായിരുന്നു. എക്സാം വളരെ സിമ്പിളാവുക അല്ലെങ്കിൽ വളരെ ടഫാവുക, അപ്പോൾ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതങ്ങനെയല്ല. പ്രഡിക്റ്റ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ കാണാം. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ μ = 1 - 1/n², okay, into tan theta na, where theta is the inclination. യൂഷ്വലി ആ തീറ്റ 45 ഡിഗ്രി ആവും, ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആവും. അതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ 1 - 1/n² ചെയ്താൽ മതി. ആ n 2 ആണ് വിചാരിക്കുക. അതായത് ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു സ്ലൈഡ് ഡൗൺ ദ പ്ലെയിൻ, ഓക്കെ, when it is rough is twice of that required in the absence of friction. അപ്പോൾ ഇത് വരും 1 - 1/2² പറഞ്ഞാൽ 1/4, 1 - 1/4 പറഞ്ഞാൽ 3/4 പറഞ്ഞാൽ 0.75. അത് മീൻസ് പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് പെർസെൻറ്റേജ് എറർ. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു ജനറൽ എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എക്സ് അങ്ങനെ ചോദിക്കും. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതാണ് വർക്ക് ഡൺ. മൈനസ് കൊടുക്കാൻ കാര്യം എന്താ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്, ബ്രേക്കിംഗ് ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ഡൺ ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? കെ ഡിവൈഡഡ് ബൈ എഫ് എന്ന് വരും. ഓക്കെ, ഐഡൻറ്റിക്കലായിട്ട് രണ്ട് സ്ലാബ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇവിടെ ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി 2K വിചാരിച്ചോളൂ, ഇതിൻ്റെ തേർമൽ കണ്ടക്ടിവിറ്റി 3K വിചാരിച്ചോളൂ. അതിൽ ഈ എൻ്റെ മെൽറ്റിംഗ് ഐസിലാണ് വിചാരിച്ചോളൂ. ഇത് ബോയിലിംഗ് വാട്ടറിലാണെന്ന് വിചാരിക്കുക, 100 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഇൻ്റർഫേസിലെ ടെമ്പറേച്ചർ എത്രയാണ്? അതാണ് ചോദ്യം. പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള, പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദി എയർ കോളം വിൽ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ്. എ ബോൾ ഓഫ് മാസ് 0.15 കിലോഗ്രാം ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ. എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ താഴെ എത്തുമ്പോൾ വെലോസിറ്റി എത്രയാണ്? √2gh ആണ്, √2gh. ഓക്കെ, ഇനി എന്താണോ √2gh ഇടിക്കുക. ആൻഡ് ഇനി എന്താ? റീബൗൺസ് ടു ദ സെയിം ഹൈറ്റ്. അപ്പോൾ അതേ സ്പീഡിൽ ബൗൺസ് ചെയ്യണം. അപ്പോൾ √2gh ഇടിച്ചു, √2gh തന്നെ പൊങ്ങുകയും വേണം. മനസ്സിലായില്ലേ? എന്നാലേ അതേ ഹൈറ്റിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്.
ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഗിവൺ ബൈ. മാഗ്നറ്റിക് ഫീൽഡാണ് തന്നിരിക്കുന്നത്. അതിൽ എന്താ ദ അസോസിയേറ്റഡ് ഇലക്ട്രിക് ഫീൽഡാണ് കാണണ്ടേ. A body weighs 72 Newton on the surface of the earth. What is the gravitational force on it at a height equal to half the radius of the earth? സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് തന്നെയാണ്. ഈ ലോജിക് സർക്യൂട്ട് എന്താ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ, രണ്ടാമത്തത് എന്താണെന്ന് പറയുക. രണ്ടാമത്തത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്ക്വയർ ഓഫ് ദ പീരിയഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് എന്നുള്ളത്. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നുള്ളത്. ഇനി ഫിസിക്സ് മുഴുവൻ 100 മണിക്കൂർ കൊണ്ട് പഠിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ബോധ്യപ്പെടാത്ത പലരുമുണ്ട്. നിങ്ങൾക്കൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, 100 മണിക്കൂർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഫിസിക്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഏത് ചോദ്യവും മിനിമം ടൈമിൽ മിനിമം സ്റ്റെപ്സിൽ തെറ്റാനൊരു സാധ്യതയുമില്ലാത്ത ഫുൾ പ്രൂഫ് മെത്തേഡ്സിൽ നിങ്ങൾക്കും സോൾവ് ചെയ്യാം.